കടലിടുക്കിലെ പ്രതിസന്ധി ആഗോളതലത്തിൽ വൻ നയതന്ത്ര സാമ്പത്തിക യുദ്ധമായി മാറുന്ന പശ്ചാത്തലത്തിൽ ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ രാജ്യാന്തര കപ്പൽപാത തുറന്നു നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഇറാൻ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വാഷിംഗ്ടണിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. നിലവിലെ സാഹചര്യങ്ങളെ അതീവ സങ്കീർണമാക്കുന്നതാണ് അമേരിക്കയുടെ ഈ പുതിയ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി അമേരിക്ക ഇപ്പോഴും നയതന്ത്ര ചർച്ചകൾക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ പ്രതിസന്ധി മറികടക്കാൻ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ സമയപരിധിയുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകി. ടെഹ്റാൻ ചർച്ചകളോട് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് അമേരിക്ക ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ. ചർച്ചകൾ പരാജയപ്പെടുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാൻ നിർബന്ധം പിടിക്കുകയും ചെയ്താൽ അമേരിക്ക ശക്തമായ പ്ലാൻ ബി നടപ്പിലാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് റൂബിയോ നൽകിയത്. ഈ ബദൽ പദ്ധതി എന്താണെന്ന് അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് ഇറാനുമേലുള്ള കടുത്ത സൈനിക സാമ്പത്തിക നടപടികളായിരിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഈ പുതിയ നീക്കം മേഖലയിലെ സൈനിക സജ്ജീകരണങ്ങളെ കൂടുതൽ ശക്തമാക്കും. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുക എന്നത് ആഗോള ഊർജ്ജ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ പാതയിലുണ്ടാകുന്ന ചെറിയൊരു അനിശ്ചിതത്വം പോലും ലോകമെമ്പാടും വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ പാത തുറന്നിടാൻ ഇറാൻ ബാധ്യസ്ഥരാണ് എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ വാദം. നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ രണ്ട് പ്രധാന നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കടലിടുക്ക് പൂർണ്ണമായി തുറന്നിടുക എന്നതിനൊപ്പം ഇറാൻ തങ്ങളുടെ ആണവായുധ മോഹങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് റൂബിയോ തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ രണ്ട് ആവശ്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ആയുധ മത്സരത്തിലേക്ക് തള്ളിവിടുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇതിനോടകം തന്നെ ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ ഇറാന്റെ ആണവ മുന്നേറ്റത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തുണ്ട്. മാർക്കോ റൂബിയോയുടെ ഈ പുതിയ പ്രസ്താവന ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ്. അമേരിക്കയുടെ ഈ കടുത്ത ഭീഷണിയോട് ഇറാൻ ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി അനുകൂല പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ ഇപ്പോഴും ഉള്ളത്. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടെ അവകാശമാണെന്നും ബാഹ്യശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ സൈനിക നേതൃത്വം പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നയതന്ത്ര യുദ്ധം ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഇതിനോടകം ഉണ്ടാക്കിയിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ പ്ലാൻ ബി പ്രഖ്യാപനത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവിലയിൽ കാര്യമായ വ്യതിയാനങ്ങൾ ദൃശ്യമായി തുടങ്ങി. യുദ്ധഭീതി നിലനിൽക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അമേരിക്കൻ ക്യാമ്പിലെ മറ്റ് സുപ്രധാന നേതാക്കളും റൂബിയോയുടെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും ശക്തമായി തിരിച്ചടി നൽകാൻ പെന്റഗൺ സജ്ജമാണെന്നാണ് സൂചന. മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹവും ഈ പ്രതിസന്ധി അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇരുപക്ഷവും ആത്മസംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് പല യൂറോപ്യൻ നേതാക്കളുടെയും അഭിപ്രായം. എന്നാൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവയാണ്. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാതെ ആണവ പദ്ധതികളിൽ മാറ്റം വരുത്തില്ലെന്ന ശാഠ്യത്തിലാണ് ഇറാൻ. ഈ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ കാരണം നയതന്ത്ര ചർച്ചകൾ എപ്പോൾ വേണമെങ്കിലും വഴിമുട്ടാമെന്ന അവസ്ഥയിലാണ്. റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുടെ നിലപാടുകളും ഈ പ്രതിസന്ധിയിൽ നിർണായകമാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ എപ്പോഴും എതിർക്കാറുണ്ട്. അമേരിക്ക പ്ലാൻ ബി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള പുതിയൊരു ചേരിതിരിവിന് കാരണമായേക്കാം. മാർക്കോ റൂബിയോയുടെ ഈ തീപ്പൊരി പ്രസ്താവന അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചർച്ചയായി കഴിഞ്ഞു. ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടലുകളെ റിപ്പബ്ലിക്കൻ അനുയായികൾ സ്വാഗതം ചെയ്യുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് ഭയപ്പെടുന്നവരും കുറവല്ല.
വിദേശ നയങ്ങളിലെ ഈ കടുത്ത ശൈലി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഹോർമുസ് കടലെടുക്കിനെ ചൊല്ലി ഉടലെടുത്ത ഈ തർക്കം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ സുസ്ഥിരതയെ ബാധിക്കുന്ന ഒന്നാണ്. സമാധാനത്തിനായുള്ള വഴികൾ തേടുമ്പോഴും യുദ്ധത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇരുപക്ഷവും നടത്തുന്നു എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളായിരിക്കും ഈ പ്രതിസന്ധിയുടെ ഭാവി നിർണ്ണയിക്കുക.